ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ലിസ ജോർജ്, ഫിലോക്കാലിയ മിനിസ്ട്രിയിൽ നിന്ന്. 2 ആഴ്ച മുമ്പ് ഒരു വീട്ടമ്മ എന്നെ കാണാൻ വന്നു. അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ് എന്റെ അടുത്ത് വന്നത്. പോകുന്നതിന് മുമ്പ് അവരെന്നോട് ഒരു കാര്യം ചോദിച്ചു. ചേച്ചി, നിങ്ങളുടെയൊക്കെ വീട്ടിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞു, തീർച്ചയായും. ഇതുപോലുള്ള പ്രശ്നങ്ങളും ഇതിന് സമാനമായ പ്രശ്നങ്ങളും നമ്മുടെ ഒക്കെ വീട്ടിലുണ്ട്. കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരുടെ ഭവനത്തിലുമുണ്ട്. നാം എന്ത് ചെയ്യാണ് വേണ്ടത്? ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ കുറവുകളെ നമ്മൾ മനസ്സിലാക്കി അത് തിരുത്തി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ കുടുംബം സമാധാനപൂർണമായി തീരും. എന്റെ കുടുംബത്തിലും ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങള് കുടുംബജീവിതം ആരംഭിച്ച് നവീകരണത്തിലേക്ക് വന്നതിന് ശേഷം ഒരു 4 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടി. ആ വഴക്ക് ഇച്ചിരി വലുതായി. പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഞാനാണെങ്കിൽ പിറുപിറുക്കാനും നൊലോളിക്കാനും തുടങ്ങി. അന്നേരത്തെ എന്റെ അച്ചായൻ വന്നിട്ട് പറഞ്ഞു, നീ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് കുറ്റപ്പെടുത്താതെ നീ ഒന്ന് മിണ്ടാതിരിക്കോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീണ്ടും ഉറക്കം നിലവിളിച്ച് കരയുക ചെയ്ത്. ഇത് കേട്ടപ്പോഴത്തേക്ക് അച്ചായൻ അരിശം വന്നു. അച്ഛൻ ഓടി വന്നിട്ട് എനിക്കിട്ട് ഒരു അടി തന്നു. അടി തന്നപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി സങ്കടമായി. ഞാൻ പിന്നെ ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. എന്റെ സങ്കടങ്ങൾ ഞാൻ ആരോടാണ് പറയേണ്ടത്? എനിക്കൊന്നും പറയാൻ ഒരു സ്വാതന്ത്ര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ നെഞ്ചത്തടിക്കാനും കരയാനും തുടങ്ങി. അച്ഛൻ പറഞ്ഞു, നീ മിണ്ടാതിരിക്കടി, അയലോക്കത്തുള്ളവർ കേൾക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിക്കാതെ വീണ്ടും ഒച്ച വെച്ച് കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും എന്നെ അടിക്കാനായിട്ട് ഓടി വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഇനി എന്നെ തൊട്ടാൽ എന്ന് ഞാൻ ഇങ്ങനെ പറയുകയും ആ സമയത്ത് കർത്താവിന്റെ ഒരു രൂപം എന്റെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്തു. അതിതാണ്, ശിരസിൽ മുൾമുടി ധരിച്ച ഈശോ, കൈ ഇങ്ങനെ മുന്നോട്ട് കെട്ടിയിരിക്കുന്നു, ചുമന്ന മേലങ്കി ധരിച്ചിരിക്കുന്നു, ദേഹമാസകലം മുറിവേറ്റ ഈശോ. ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ എന്റെ ഈശോയെ എന്ന് നിലവിളിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. ഇത് കേട്ടപ്പോ എന്തോ സംഭവിച്ചു എന്ന മട്ടില് അച്ചായൻ ബെഡ്റൂമിലേക്ക് പോയി. ഞാൻ അവിടെ ഇരുന്ന് അപ്പൊ എനിക്ക് എന്തൊക്കെ എന്റെ മനസ്സിലൂടെ മിന്നി മറഞ്ഞു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്ന് കുറെ നേരം ഞാൻ കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കവിളിലൂടെ ആരോ ഇങ്ങനെ തലോടുന്നത് പോലെ ഒരു ചൂട് അനുഭവപ്പെട്ടു. ഉടനെ ഞാൻ പറഞ്ഞു, എന്റെ ഈശോയെ, നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കാൻ ഞാൻ ആരാണ്? എനിക്ക് ഒത്തിരി കുറവുണ്ടല്ലോ കർത്താവേ. എന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം തന്നല്ലോ. തക്ക സമയത്ത് നീ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എന്റെ ഈശോയെ ഈ പ്രശ്നം എവിടെ ചെല്ലുമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ തക്ക സമയത്ത് നീ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എന്ന് പറയാൻ കാരണം, ഞാൻ എന്നും പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ ഒരു വചനം കൂടി കൂട്ടിച്ചേർക്കും. സങ്കീർത്തനം 19, 12, 13. അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ, ബോധപൂർവം ചെയ്യുന്ന തെറ്റിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ, അവ എന്നിൽ ആധിപത്യം പുലർത്താതിരിക്കട്ടെ. ഈ വചനം ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ആ വചനത്തിന്റെ ശക്തിയാണ്. ആ വചനം കർത്താവ് സ്വീകരിച്ച് വെച്ചിട്ട് തക്ക സമയത്ത് കർത്താവ് അവിടെ വന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അടിപിടിയും വലിയ വഴക്കവും ഉണ്ടാകുമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലരും പരാതി പറയാറുണ്ട്, എത്ര കാലമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, 4-5 വർഷമായി, ഇതുവരെയും കർത്താവ് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പലരും എന്നെ വിളിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ കർത്താവ് താമസിച്ചും വരില്ല, നേരത്തെ വരില്ല, തക്ക സമയത്ത് അവന് ഇടപെടുമെന്നാണ് തിരുവചനം പറയുന്നത്. അതുകൊണ്ട് ദൈവം ഇടപെടുന്ന സമയത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് വേണ്ടത്. വീണ്ടും നമുക്ക് എന്റെ പ്രശ്നത്തിലേക്ക് വരാം. ഞാൻ അച്ഛൻ ബെഡ്റൂമിൽ കടന്നു, ഞാൻ ഹാളിൽ കടന്നു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. ദൈവമേ, ഞാൻ ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമായിരുന്നല്ലോ, ഇത്ര വലിയ പ്രശ്നം ആകത്തില്ലായിരുന്നല്ലോ. എനിക്കങ്ങ് സങ്കടമായി. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് പള്ളിയിൽ പോയി. എന്റെ ഈശോയെ, ഒന്ന് എന്റെ അച്ഛനുമായിട്ട് ഒന്ന് സംസാരിച്ച് രമ്യതയിലാകാൻ ഒരു അവസരം ഒരുക്കി തരണേന്ന്. രാവിലെ വന്നു, ഞാൻ കാപ്പ് കുടിക്കാൻ വിളിച്ചു, കാപ്പ് കുടിച്ചു, പുള്ളി മുഖം തന്നില്ല, പോയി. ഉച്ചയ്ക്ക് വന്നു, ഊണ് കഴിച്ചു, അച്ഛൻ ഹാളിൽ വന്ന് കിടന്നു. ഞാനും പോയി അടുത്തിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേർക്ക് സംസാരിക്കണം. രണ്ടുപേരും നോക്കിയപ്പോ അച്ഛൻ തന്നെ ആദ്യം സംസാരിച്ചു. എന്നാലും നീ ഇതൊന്നും പറയണ്ടായിരുന്നു, എന്നെ കുറ്റപ്പെടുത്തണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ, ഞാനും വിചാരിച്ചില്ല അച്ഛൻ ഇങ്ങനെ അടിക്കുമെന്ന്. എനിക്കത് ഭയങ്കര വേദനയായി പോയി. അപ്പൊ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് എന്നെ കുറ്റപ്പെടുത്തരുതെന്ന്? എനിക്ക് ദേഷ്യം ഇച്ചിരി കൂടുതലാണ്, ദേഷ്യം വരുമ്പോ ഇച്ചിരി നീ മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ സോറി, തെറ്റെന്റേതാണ്. ഞാൻ ഇങ്ങനെ കാലി പിടിച്ചു മാപ്പി ചോദിച്ചു. ഞങ്ങള് രമ്യതയിലായി. സ്നേഹമുള്ളവരെ, ഒരു വചനം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് പറയുന്നുണ്ട്, കോപിച്ചോ, പക്ഷേ നിങ്ങൾ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകുകയും അരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകരുത് എന്ന് പറയുമ്പോൾ നമ്മളിലെ ദൈവിക ചൈതന്യം നഷ്ടപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ പരസ്പരം പറഞ്ഞ് രമ്യതയിലാകണമെന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞ അതിന്റെ അർത്ഥം. കോപിച്ചോ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ഈ പിണക്കം
അത് പിന്നെ പിറുവിറുപ്പാകും, കുറ്റപ്പെടുത്തലാകും, പിടിവാശിയാകും, ദുർവാശിയാകും, വെറുപ്പാകും, പിന്നെ പരസ്പരം നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. അങ്ങനെ വരരുത്. നിങ്ങളുടെ കുടുംബത്തിൽ വെറുപ്പൊന്നും ഉണ്ടാകരുത് എന്നാണ് ഈശോ പറഞ്ഞതിന്റെ അർത്ഥം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. എന്താണോ, നമ്മുടെ കുടുംബത്തിൽ ഇതല്ല, ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭർത്താവിന്റെ മദ്യപാനം, അല്ലെങ്കിൽ ദുശീലങ്ങള്, ദുസ്തഴക്കം, ഭാര്യയുടെ പിറുപിറുപ്പ്, അല്ലെങ്കിൽ ഭാര്യയുടെ കുറ്റപ്പെടുത്തല്, എന്റെ നിന്റെ എന്നുള്ള വ്യത്യാസം, ഭർത്താവിന്റെ വീട്ടുകാരെ അംഗീകരിക്കാൻ പറ്റത്തില്ല, ഭാര്യയുടെ വീട്ടുകാരെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനെന്ന വ്യക്തി നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി നമ്മുടെ കുറവുകളെ പോലെ ആ വ്യക്തിക്കും അല്ലെങ്കിൽ എന്റെ ഭർത്താവിന് എന്റെ ഭാര്യയ്ക്ക് കുറവുണ്ടെന്ന് മനസ്സിലാക്കി അത് ക്ഷമിക്കാനും പൊറുക്കാനും എന്നിട്ട് നമുക്ക് സ്നേഹിക്കാനും കഴിയണം. പെട്ടെന്ന് നമുക്കതിന് സാധിക്കത്തില്ല. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. സ്നേഹിക്കുന്നു എന്നുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ മറിഞ്ഞു കഴിയുമ്പോൾ ആ പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിത പങ്കാളിയിലേക്ക് ചെന്ന് അവരെ നമ്മളിലേക്ക് സ്നേഹിക്കാനായിട്ട് ഇടവരും. മാത്രമല്ല, ഞാൻ പറയുന്നത് ഭാര്യയുടെ മേൽ ഭർത്താവിനും ഭർത്താവിന്റെ മേൽ ഭാര്യയ്ക്കുമാണ് അവകാശമെന്ന് തിരുവചനം നമ്മളോട് പറയുന്നെങ്കിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾ ക്ഷമ കൊടുത്തില്ലെങ്കിൽ ദൈവമായ കർത്താവ് അവരോട് ക്ഷമിക്കാനായിട്ട് താമസമെടുക്കും. മാത്രമല്ല, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച കർത്താവിന്റെ പ്രാർത്ഥനയോട് ചേർത്ത്, കർത്താവെ എന്റെ ഭാര്യയോട് ക്ഷമിക്കണമേ, എന്റെ ഭർത്താവിനോട് ക്ഷമിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് അവിടെ ക്ഷമ കൊടുത്തുകൊണ്ട് ആ വ്യക്തി മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാനായിട്ട് ഇടവരും. അത് എന്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. ഒരു 2 മാസം മുമ്പ് ഒരു കൊച്ചെന്നെ വിളിച്ചു, ചേച്ചി ഇതാണ് ഭർത്താവ് മദ്യപാനം, മറ്റു ദുശീലങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്നു, എനിക്ക് ഒരിക്കലും അയാളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, അയാളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അന്നേരം ഞാൻ പറഞ്ഞു, മോളെ കുറച്ചൊക്കെ വിട്ടുവീഴ്ചയോടെ പെരുമാറ്, കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ. എന്നെ കൊണ്ട് പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് പറ്റില്ല, എനിക്കും പറ്റില്ല. പക്ഷെ പറ്റുന്ന ഒരാളുണ്ട്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശുക്രിസ്തു. ആ ഈശോയോട് നമ്മൾ പറയണം, കർത്താവെ ക്ഷമിക്കാനും പൊറുക്കാനും എനിക്ക് കൃപ നൽകണേ, ആയിരിക്കുന്ന വിധത്തിൽ എന്നെ നീ സ്വീകരിക്കുന്നത് എന്റെ ജീവിത പങ്കാളിയെ സ്വീകരിക്കാനുള്ള കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയും അയാൾ ചെയ്യുന്ന തെറ്റിന് ഈശോയുടെ കുരിശിന്റെ പ്രാർത്ഥനയോട് ചേർത്ത് നീ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കുമെന്ന്. ഒരു 3 ആഴ്ച കഴിഞ്ഞ് ആ കൊച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇപ്പൊ എനിക്ക് എന്റെ ഭർത്താവിനെ കാണാൻ കൊതിയാവുന്നു, ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞതൊന്നും എനിക്ക് ഒന്നും എന്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ക്ഷമ കൊടുത്ത് ക്ഷമ ചോദിച്ച് കർത്താവിനോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതം തന്നെ നടക്കും. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ദൈവം തന്നിരിക്കുന്ന കുറച്ച് കാലഘട്ടമാണ് ഈ ജീവിതത്തില്, ഈ ലോകത്തില്. അപ്പൊ അത് സന്തോഷത്തോടും ക്ഷമയോടും കൂടി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. ആ ദൈവത്തിന്റെ കൂട്ടായ്മ അനുഭവത്തിൽ നമുക്ക് കുടുംബജീവിതം നയിക്കാൻ കഴിയട്ടെ. പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടെ പരസ്പരം അംഗീകരിച്ച് ബഹുമാനിച്ച് പ്രോത്സാഹിപ്പിച്ച് കുടുംബജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തിരുക്കുടുംബത്തിന്റെ പ്രതിച്ഛായയിൽ നമ്മുടെ കുടുംബം ജീവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അവിടെ തിരുക്കുടുംബം പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ശുശ്രൂഷ ചെയ്തും എളിമപ്പെട്ടും വിനയത്തോടെയും കൂടെ ജീവിച്ചു. അതുപോലെ ജീവിക്കാൻ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.